Hi friends, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വെണ്ട ഒന്ന് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അധികം നീളവുമില്ല അധികം വീതിയും ഇല്ലാത്ത രീതിയിൽ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ജീരകം ഇട്ടിട്ട് ജീരകം പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇടുന്നവരെ ശ്രദ്ധിക്കണം, ഓയിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട് ഹൈ ഫ്ലെയിം ആണെങ്കിൽ. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് 1 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇങ്ങനെ ഡയറക്റ്റ് ഓയിലിട്ട് സോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഓയിലിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇടുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ട ഫുള്ള് ഓയിലിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കണം. ഈ ഒരു വെണ്ട ഓയിലിൻ്റെ അകത്ത് നല്ലോണം മിക്സാക്കി എടുക്കണം. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ചപ്പാത്തീൻ്റെ കൂടെ കൂട്ടാനും ചോറിൻ്റെ കൂടെ കൂട്ടാനും അടിപൊളി ടേസ്റ്റാണ്. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വലിയ സമയവും വേണ്ട, വലിയ സാധനങ്ങളും വേണ്ട. വീട്ടിലുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളും കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ അധികം മസാല ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് മസാല കൊണ്ട് തന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റിൽ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ എന്തായാലും പറ്റി പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പ്രശ്നമില്ല. സ്റ്റീൽ പാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ നല്ലോണം പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ ഒരു പശ പോലത്തെ സാധനം വേണ്ടതിൻ്റെ അകത്ത് ഒട്ടുമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പശ പോലത്തെ സാധനം നമുക്ക് ഫുള്ള് പോയി കിട്ടും. പിന്നെ ആ ഒരു വണ്ടേൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, അടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു പശ പോലത്തെ സാധനം ഇല്ല ഇപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇനിയും നമുക്കിത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യണം. വേണ്ട സോഫ്റ്റ് ആകുന്നവരെ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്. ലോ മീഡിയം ഫ്ലെയിമിൽ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റും. ലോയിൽ തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അടിയിൽ എന്തായാലും പറ്റിപ്പിടിക്കും. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം കാണാം, ഇത് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് വണ്ട. ഇനി നമുക്ക് ഇത്രയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുക്ക് ചെയ്യേണ്ടു. ഓവർ കുക്ക് ചെയ്യേണ്ട. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയും സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഈ ഒരു രീതിയിൽ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് കുക്കായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും. ഇത്ര മസാല മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടിത് നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇത് വേഗം തന്നെ ഉണ്ടായി കിട്ടും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ മസാല എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്താൽ ഇനിയും മസാല എല്ലാം നല്ലോണം കുക്കായി വരും. അതുപോലെ തന്നെ വണ്ടയും ഇനിയും നല്ലോണം സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിത് തക്കാളി സോഫ്റ്റ് ആകുന്നവരെ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും. സോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുത്താൽ മതി. വേഗം തന്നെ തക്കാളി സോഫ്റ്റായി കിട്ടും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ തക്കാളി നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വെണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വേഗം തന്നെ ഉണ്ടായി കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ ടെക്ക് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.